സൗന്ദര്യമെന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യമെന്ന് കൂടിയാണ് അർത്ഥം. ആരോഗ്യമുള്ള ശരീരം എപ്പോഴും ഐശ്വര്യത്തിൻ്റെ മുഖമുദ്ര കൂടിയാണ്. നല്ല നിറം, തിളങ്ങുന്ന ചർമ്മം, വിശാലമായ നെറ്റി ഇവയൊക്കെ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ലക്ഷണമാണ്. ആയുർവേദത്തിലെ സ്വസ്ഥവൃത്ത വിഭാഗം ആരോഗ്യ പരിപാലനത്തിന് ആയുർവേദത്തിൻ്റെ ശാസ്ത്രീയ വാക്കാണ്. നല്ല ആരോഗ്യമുള്ള ശരീരത്തിൽ പ്രായത്തിൻ്റെ പരിണാമം പ്രത്യക്ഷപ്പെടുന്നത് വളരെ താമസിച്ചാണ്. അതുകൊണ്ട് സൗന്ദര്യം കാത്തുസൂക്ഷിക്കാൻ ആരോഗ്യ സംരക്ഷണം അത്യന്താപേക്ഷിതമാണ്. പോഷകാഹാരം, വ്യായാമം, വിശ്രമം ഇവയൊക്കെ ആരോഗ്യത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളാണ്. ഇവ ഏറ്റക്കുറച്ചിലില്ലാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യ പരിപാലനത്തിന് അത്യന്താപേക്ഷിതമാണ്. മുഖത്തിൻ്റെയും മുടിയുടെയും കാര്യത്തിൽ മാത്രമല്ല, മുഖം തൊട്ട് പാദം വരെ അവയവങ്ങളുടെ കാര്യത്തിലും ചർമ്മ സംരക്ഷണത്തിലും കൂടി ശ്രദ്ധിച്ചാൽ മാത്രമേ സൗന്ദര്യ സംരക്ഷണം പൂർണ്ണമാകൂ. ആരോഗ്യ സംരക്ഷണത്തിനും സൗന്ദര്യ സംരക്ഷണത്തിനുമുള്ള എല്ലാ കാര്യങ്ങളും ആയുർവേദത്തിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ഇനി സൗന്ദര്യ സംരക്ഷണം എന്താണെന്ന് നമുക്ക് നോക്കാം. സൗന്ദര്യ സംരക്ഷണത്തിൽ മുഖസൗന്ദര്യം വളരെ പ്രധാനമാണ്. മുഖചർമ്മം വളരെ മൃദുലമാണ്. അതുകൊണ്ട് മുഖചർമ്മ സംരക്ഷണം വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. വീര്യം കൂടിയ സോപ്പ് ഉപയോഗിച്ച് മുഖം കഴുകരുത്. തണുത്ത വെള്ളത്തിൽ ശുചിയാക്കുക. ആഴ്ചയിലൊരിക്കൽ ആവി കൊടുക്കുന്നത് എണ്ണമയം നീക്കുവാൻ വളരെ നല്ലതാണ്. മുഖലേപനം കഴുകിക്കളയുന്നത് ജലാംശം മുഴുവൻ പോയി ഉണങ്ങി വരളുന്നത് വരെ കാത്തിരിക്കരുത്. ഉണങ്ങാൻ തുടങ്ങുമ്പോൾ കഴുകുക. അതുപോലെ കഴുകിയ ഉടനെ മുഖത്ത് വെയിൽ കൊള്ളാതെ സൂക്ഷിക്കണം. ദിവസേന നസ്യം ചെയ്യുന്നത് മുഖസൗന്ദര്യം കൂട്ടുന്നതാണ്. നസ്യം ചെയ്യുന്നതിന് അണുതൈലം നല്ലതാണ്. രക്തചന്ദനം, വാച്ചോറ്റിത്തൊലി, മഞ്ചട്ടി സമമരച്ച് കുഴമ്പാക്കി മുഖലേപനത്തിന് ഉപയോഗിക്കുന്നത് നല്ലതാണ്. മുഖകാന്തി ഇതുമൂലം വർദ്ധിക്കും. മഞ്ഞൾ, രക്തചന്ദനം, മരമഞ്ഞൾ, ഇരട്ടി മധുരം ഇവ ഒരേ അളവിലെടുത്ത് പൊടിച്ച് പാലിൽ പുഴുങ്ങി മുഖലേപനമാക്കുവാൻ വളരെ നല്ലതാണ്. കുളിക്കുന്നതിന് മുൻപ് വെളിച്ചെണ്ണ പുരട്ടുന്നത് നല്ലതാണ്. നെന്മേനി വാകയുടെ പൊടി പാൽപ്പാട ചേർത്ത് മുഖത്ത് പുരട്ടുന്നത് മുഖത്തിന് തിളക്കം കൂട്ടുന്നതാണ്. അല്പം രാമച്ചമെടുത്ത് ചെറുതേനിലരച്ച് കുഴമ്പാക്കി മുഖത്ത് പുരട്ടുക. ഉണങ്ങാൻ തുടങ്ങുമ്പോൾ തണുത്ത വെള്ളം കൊണ്ട് കഴുകുക. മുഖത്തെ എല്ലാ പാടുകളും മാറിക്കിട്ടുന്നതാണ്. രക്തചന്ദനം വെള്ളരിക്കാ നീരിൽ അരച്ചിട്ടാൽ മുഖത്തെ പാടുകൾ മാറിക്കിട്ടും. കൂടാതെ രക്തചന്ദനം അരച്ചു പുരട്ടുക, പച്ചമഞ്ഞൾ അരച്ചു പുരട്ടുക, ഏലാതി ചൂർണം മോരിൽ അരച്ചു പുരട്ടുക, കുങ്കുമാരി തൈലകം പുരട്ടുക, ആഴ്ചയിലൊരിക്കൽ മുഖത്ത് ആവി കൊള്ളിക്കുക. ഇതൊക്കെ മുഖക്കുരു വരാതിരിക്കുവാനും ഉള്ളത് ഇല്ലാതാക്കുവാനും സഹായിക്കും. മുഖക്കുരു ഉള്ളവർ ആഹാരത്തിൽ എണ്ണമയം കുറയ്ക്കുന്നത് നല്ലതാണ്. ദിവസവും പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. മലബന്ധം, താരൻ ഇവ ഉണ്ടാകാതെ സൂക്ഷിക്കണം. മാനസിക സമ്മർദ്ദം പൂർണ്ണമായി ഒഴിവാക്കണം. വെയിൽ കൊള്ളരുത്. ഉലുവ അരച്ച് തലയിൽ തേച്ച് താരനകറ്റാം. ആവശ്യമില്ലാതെ മുഖത്ത് രോമമുണ്ടായാൽ 1 ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾ നന്നായി മോരിലരച്ച് പുരട്ടുക. അരമണിക്കൂർ കഴിഞ്ഞ് മുഖം തണുത്ത വെള്ളത്തിൽ കഴുകുക. ഇവയൊക്കെ ചെയ്യുന്നത് മുഖ സംരക്ഷണത്തിന് വളരെ നല്ലതാണ്.